ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിയുടെ റൂമിലേക്ക് എത്തിയ അർച്ചന അനഘയുടെ കർണത്തടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ അടി ഞാൻ നിനക്ക് എന്തിനാ തന്നതെന്ന് നിനക്കറിയാമോ? ഞങ്ങളുടെ സ്വകാര്യത്തിലേക്ക് നീ വലിഞ്ഞു കയറി വന്നതിന് എന്ന് പറഞ്ഞത് കേട്ട ഉടനെ അനഘ പറഞ്ഞു, അത് എന്റെ ചേച്ചി പറഞ്ഞിട്ടാണ്. എന്റെ ചേച്ചി ആവശ്യപ്പെട്ടാൽ നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് മാത്രമല്ല, വേണമെങ്കിൽ നിന്നെയൊക്കെ ആ റൂമിലിട്ട് ഞാൻ പച്ചയ്ക്ക് കത്തിക്കും. അത് കേട്ട ഉടനെ അർച്ചന എന്ത് പറഞ്ഞടി എന്ന് ചോദിച്ച് വീണ്ടും അനഘയുടെ കർണത്തടിക്കാനായി കൈ ഉയർത്തിയതും അപ്പോഴേക്കും ഇടയിൽ കയറി നിന്ന് അവന്തിക അർച്ചനയുടെ കൈ തടയുന്നു. ഉടനെ അർച്ചന കലിയോടെ നോക്കുമ്പോ അവന്തിക പറഞ്ഞു, ആദ്യം നീ ഇവളെ തല്ലി. അതിന് ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ പോലും നിങ്ങളുടെ അനുവാദമില്ലാതെ ആ മുറിയിൽ കയറിയത് തെറ്റാണ് എന്ന് എനിക്കും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ ആദ്യം കാര്യമായിട്ട് എടുക്കാതിരുന്നത്. എന്നാൽ ഇനിയും നീ എന്റെ അനുജത്തിയെ തല്ലുകയാണെങ്കിൽ നിന്റെ അനുജത്തി ഉണ്ടല്ലോ മുകളിലത്തെ നിലയിൽ ആതിര, അവളെയും ഞാൻ ഇതുപോലെ ചെന്ന് തല്ലും. അത് കേട്ട ഉടനെ അർച്ചന ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ നിൽക്കുമ്പോ അർച്ചനയോട് അവന്തിക പറഞ്ഞു, അതെ, ഇനി നിനക്ക് ഈ വീട്ടിൽ യാതൊന്നും പറയാനുള്ള യോഗ്യതയില്ല. ഉണ്ടായിരുന്നതെല്ലാം ഇതോടെ അവസാനിച്ചു. നീ എന്നെ ഇത്രയും ദിവസം ഭീഷണിപ്പെടുത്തിയത് എന്ത് കാരണത്താലാണെന്ന് നീ ഓർത്തു നോക്ക്. എന്നാൽ ഇനിയിപ്പോ എന്റെ നേരെ നിനക്ക് ഉയർത്തിക്കാട്ടാൻ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പറയുന്നത് കേട്ട് മിണ്ടാതെ അനുസരണയോടെ ഇവിടെ ജീവിക്കുകയാണെങ്കിൽ നിനക്കത് നല്ലത്. ഇപ്പോ നിന്റെ അവസ്ഥ എന്തെന്നറിയാമോ? വെറും വട്ടപൂജ്യം. ആ അവസ്ഥയിലാണ് നീ ഇവിടെ നിൽക്കുന്നത്. അവിടെ നിന്ന് നീ പുറത്തു കടക്കാനെങ്ങാനും ശ്രമിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്ന നിമിഷം ഞാൻ നിന്റെ മുന്നിൽ വന്നു നിൽക്കും. ഇതുപോലെ മനസ്സിലായോടി? ഇപ്പൊ മര്യാദക്ക് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് അർച്ചനയുടെ റൂമിൽ നിന്ന് പോകാനായി അവന്തിക അറിയിച്ചതും അർച്ചന വിഷമത്തോടെ അവിടെ നിന്ന് പോകുന്നു. അനഘയും അവന്തികയും അർച്ചനയെ തകർത്തതിന്റെ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുമ്പോ പിന്നീട് രാത്രിയിൽ ആതിരയുടെ മടിയിൽ കിടന്നുകൊണ്ട് സന്ദീപ് ആതിരയോട് പറഞ്ഞു, താങ്ക്സ്. അത് കേട്ട ഉടനെ ആതിര ചോദിച്ചു, താങ്ക്സോ? എന്തിനാ സന്ദീപേ എന്ന് അന്വേഷിച്ചതും സന്ദീപ് പറഞ്ഞു, അത് പിന്നെ എന്നെ ഒരച്ഛനാക്കാൻ പോവല്ലേ, അതുകൊണ്ട് തന്നെ തന്റെ വയറ്റിലുള്ള ആ കുഞ്ഞിന് താൻ ജന്മം നൽകുമ്പോൾ ഞാൻ ഒരു അച്ഛനായി മാറില്ലേ, അതുകൊണ്ട് അതിനാണ് ഞാനിപ്പോൾ താങ്ക്സ് പറഞ്ഞത് എന്ന് പറഞ്ഞതും ആതിര പറഞ്ഞു, സന്ദീപേ, ഇപ്പോഴും എന്റെ മനസ്സിൽ വല്ലാത്ത ആശങ്കയും വേദനയും ഉണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെയാണോ പ്രതീക്ഷിച്ചിരുന്നത്? വീട്ടിൽ ഇവിടേക്ക് വന്നു കയറുന്നത് ഈ ഒരു അവസ്ഥയിലായതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വേദന. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നമ്മൾ മനസ്സിൽ കണ്ടതും ആഗ്രഹിച്ചതും ഒക്കെ. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവിടേക്ക് കയറേണ്ടി വന്നതിന്റെ ഒരു കുറ്റബോധവും വേദനയും എന്റെ മനസ്സിലുണ്ടായെന്ന് ആതിര അറിയിക്കുമ്പോൾ സന്ദീപ് പറഞ്ഞു, എടോ, ഞാൻ ഒരു കാര്യം പറഞ്ഞ് താൻ വിഷമിക്കരുത്. അത് കേട്ട ഉടനെ ആതിര സന്ദീപിനെ നോക്കുമ്പോ സന്ദീപ് പറഞ്ഞു, എടോ, ഇതുവരെ നടന്നതൊക്കെ താൻ അങ്ങ് മറന്നുകളാം. എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, നമ്മള് ഒന്നിച്ചപ്പോ തന്നെ ബോണസ് ആയിട്ട് നമുക്ക് കിട്ടിയത് കണ്ടില്ലേ? നമ്മൾ ഒന്നിച്ചപ്പോ, നമ്മൾ രണ്ടുപേരും ഒന്നിച്ചപ്പോ നമുക്ക് അച്ഛനും അമ്മയും ആകാൻ തന്നെ കഴിഞ്ഞില്ലേ? അത് തന്നെ വലിയ കാര്യല്ലേ എന്ന് പറഞ്ഞപ്പോ സന്ദീപിനോട് ആതിര പറഞ്ഞു, ഒന്ന് പൊയ്ക്കോ എഴുന്നേറ്റ്. ഞാൻ ബോധം കെട്ട് വീണില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ചോദിച്ചിട്ടും സന്ദീപ് പറഞ്ഞു, അന്ന് താൻ ബോധം കെട്ട് വീണപ്പോ ഇവിടെയുള്ള എല്ലാവരും ഞെട്ടി. ഉടനെ സന്ദീപിനോട് ആതിര ചോദിച്ചു, അല്ല അപ്പൊ സന്ദീപ് ഞെട്ടിയില്ലേ? നീ എന്താ ഞെട്ടാതിരുന്നത് എന്ന് ചോദിച്ച ഉടനെ സന്ദീപ് പറഞ്ഞു, ഞാൻ ഞെട്ടിയില്ല. അല്ല അതെന്താ, നിനക്കറിയായിരുന്നോ ഞാൻ പ്രഗ്നന്റ് ആണെന്ന്? അപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു, ഡോക്ടർ ഇതിനെ പരിശോധിച്ച് പുറത്തിറങ്ങി വന്നപ്പോ ആണ് എല്ലാവരും ഞെട്ടിയത്. പക്ഷെ ഞാൻ അതിനു മുമ്പേ ഞെട്ടിയിരുന്നു. അത് കേട്ടപ്പോഴേക്കും ആതിര ചോദിച്ചു, അതെങ്ങനെയാ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അതിനു മുമ്പ് നീ അറിഞ്ഞോ? ഉടനെ സന്ദീപ് പറഞ്ഞു, അതല്ല, നീ അവിടെ ബോധം കെട്ട് വീണല്ലോ, അപ്പോ നിനക്ക് ബോധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ ഞെട്ടിയത് എന്ന് സന്ദീപ് പറഞ്ഞത് കേട്ട് ആതിരയ്ക്ക് എന്നിട്ടും മനസ്സിലായില്ല സന്ദീപ് എന്താ പറഞ്ഞത് എന്ന്. സന്ദീപ് എഴുന്നേറ്റ് ചിരിച്ചുകൊണ്ട് ഭിത്തിയിലേക്ക് ചാരിയിരിക്കുമ്പോ ആതിര കുറച്ചു നേരത്തേക്ക് ആലോചിച്ചതിന് ശേഷം തന്നെ കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു എന്ന് ആതിരയ്ക്ക് മനസ്സിലാവുന്നു. ഉടനെ തന്നെ ആതിര സന്ദീപിനെ പിടിച്ച് ഞുള്ളു കൊടുത്തുകൊണ്ട് പറഞ്ഞു, സന്ദീപേ, നീ എന്നെ കളിയാക്കിയതായിരുന്നല്ലേ? അത് കേട്ട ഉടനെ തന്നെ സന്ദീപ് ചിരിച്ചുകൊണ്ട് ആതിരയോട് പറഞ്ഞു, അതെ, ഇനി നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പോവാം. നമ്മുടെ കുഞ്ഞിനെ എല്ലാ സൗകര്യങ്ങളോടും സന്തോഷത്തോടും നമ്മൾ ഇനി വളർത്തും. ആ കുഞ്ഞിന് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മൾ കൊടുക്കും. ഇനി താൻ മറ്റൊന്നും ആലോചിക്കണ്ട. നമ്മുടെ കുഞ്ഞിനെ കുറിച്ചുള്ള, അതിനെ വളർത്തുന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം മതി ഇനി നമ്മുടെ മനസ്സിൽ എന്ന് പറഞ്ഞപ്പോ ആതിര പറഞ്ഞു, ഓ, അതൊക്കെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം, കുഞ്ഞിനെ കുറിച്ചുള്ള വലിയ പ്ലാനിങ്ങുകളൊന്നും ഇപ്പോൾ വേണ്ട എന്ന് സന്ദീപിനോട് ആതിര പറയുമ്പോ സന്ദീപ് ചോദിച്ചു, എന്നാലും എനിക്ക് ഇപ്പൊ തന്നെ ഒരു കാര്യം അറിയാം.
എന്റെ ഒരു സംശയം തന്റെ വയറ്റിലുള്ളത് ഇരട്ടക്കുട്ടിയാണോ എന്നതാണ്. അത് മാത്രം എന്റെ സംശയം എന്ന് സന്ദീപ് പറഞ്ഞതും ആതിര ചോദിച്ചു, അതെന്താ സന്ദീപേ ഇരട്ടക്കുട്ടിയാണെന്ന് നിനക്ക് സംശയം തോന്നാൻ എന്ന് പറഞ്ഞ ഉടനെ ആ സന്ദീപ് അറിയിച്ചു, വേറൊന്നുമല്ല, എനിക്ക് നിന്നോടുള്ള സ്നേഹം അത്രത്തോളം ഉള്ളത് കൊണ്ട് അതാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ആതിര ചോദിച്ചു, അത്രയ്ക്ക് എന്നെ ഇഷ്ടമാണോ നിനക്ക്? ഉടനെ സന്ദീപ് ആതിരയെ ഒന്ന് മാറി നിന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഓ, എന്റെ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് തന്നെ വേണം ഈ ചോദ്യം നീ എന്നോട് ചോദിക്കാൻ എന്ന് പറഞ്ഞപ്പോ ആതിര സന്ദീപിനെ നോക്കി, ഓ അങ്ങനെയല്ലേ. അപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു, അതെ ദേവി, ഇത് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. എത്രത്തോളം ഉണ്ട് സ്നേഹമെന്നും എത്ര കൂടുതലാ സ്നേഹമെന്നൊന്നും ചോദിച്ച് നിങ്ങൾ രണ്ടുപേരും എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. അത് കേട്ട ഉടനെ ആതിരയ്ക്ക് വീണ്ടും സംശയമായി, രണ്ടുപേരോ? അതാരാ രണ്ടുപേര്? ഞാനല്ലാതെ വേറെ ആരാ സന്ദീപിനോട് സ്നേഹത്തെ കുറിച്ച് ചോദിക്കാൻ? ആരാ സന്ദീപേ എന്ന് ചോദിച്ചതും സന്ദീപ് പറഞ്ഞു, അതെ, നീ കൂടുതലൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. താൻ വെറുതെ കാട് കയറണ്ട. വേറെ ആരുമല്ല, ഒന്ന് താൻ, മറ്റൊരാള് ദാ ഈ വയറ്റിൽ കിടക്കുന്ന ആള് എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് ആതിരയുടെ വയറ്റിലേക്ക് ചെവി ഉയർത്തു. പെട്ടെന്ന് തന്നെ സന്ദീപ് തല ഉയർത്തിയിട്ട് ചോദിച്ചു, താനെന്തിനാ എന്നെ തട്ടിമാറ്റിയത്? അപ്പോഴേക്കും സന്ദീപിനോട് ആതിര പറഞ്ഞു, ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ തട്ടിയൊന്നും മാറ്റിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ സന്ദീപിനോട് അങ്ങനെ ആതിര പറഞ്ഞത് കേട്ട് സന്ദീപ് പറഞ്ഞു, ഓ, താൻ തട്ടി മാറ്റിയില്ലേ? ഓ, ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് സന്ദീപ് തല കുലിക്കലും ആതിര ചോദിച്ചു, എന്താ എന്താ സന്ദീപേ, സന്ദീപിന് എന്താ മനസ്സിലായത്? ഉടനെ സന്ദീപ് പറഞ്ഞു, അതേ, ദാ ഈ വയറ്റിലുള്ള ആളാ എന്നെ തട്ടി മാറ്റിയത്, അതെനിക്കറിയാം എന്ന് പറഞ്ഞപ്പോ സന്ദീപിനോട് ആതിര പറഞ്ഞു, സന്ദീപേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ സന്ദീപിനൊന്നും തോന്നരുത് എന്ന് പറഞ്ഞപ്പോ സന്ദീപ് പറഞ്ഞു, ശരി, താൻ പറഞ്ഞോളൂ, എനിക്കൊരു കുഴപ്പമില്ല. ഉടനെ സന്ദീപിനോട് ആതിര പറഞ്ഞു, അതെ, ഇത് ഇച്ചിരി ഓവറാകട്ടോ സന്ദീപേ എന്ന് പറഞ്ഞപ്പോ സന്ദീപ് പറഞ്ഞു, അതെ, ഓവറാണ്. അതിനെന്താ എടോ, ഒരു അച്ഛനാകാൻ പോകുന്ന ആളുടെ സന്തോഷവും സ്വാതന്ത്ര്യവുമാണിത്. അതിൽ താൻ തലയിടത്തണ്ട കേട്ടോ. ഒരു ഒരു അച്ഛന്റെ സന്തോഷം മാത്രം ഇത് എന്ന് പറയുമ്പോൾ ആതിര പറഞ്ഞു, ശരി ശരി ആയിക്കോട്ടോ അച്ഛാ എന്ന് പറഞ്ഞ് സന്ദീപിനെ നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ സന്ദീപും ആതിരയും സന്തോഷത്തോടെ അവർ നിമിഷങ്ങൾ അങ്ങനെ പങ്കിടുമ്പോൾ അവരുടെ റൂമിന് വാതിക്കലെത്തിയ അനഘ അവരുടെ സംസാരം കേൾക്കാനിടയായി. സന്ദീപ് ആതിരയോട് അങ്ങനെ സംസാരിക്കുന്നത് കേട്ട് ആതിര പറഞ്ഞു, അതെ, കുഞ്ഞുണ്ടായി കഴിയുമ്പോ ഇതേ സ്നേഹം ഈ അമ്മയോടും ഉണ്ടാണേ എന്ന് പറഞ്ഞത് കേട്ട് സന്ദീപ് പറഞ്ഞു, പിന്നെ അമ്മയോടുള്ള സ്നേഹത്തിൽ ഒരു കുറവും വരില്ല. കാരണം കുഞ്ഞിനു മുൻപേ അമ്മയെയല്ലേ ഞാൻ കണ്ടതും സ്നേഹിച്ചതുമൊക്കെ എന്ന് സന്ദീപ് മറുപടി നൽകി. അതെല്ലാം കേട്ട് സന്ദീപും ആതിരയും അങ്ങനെ അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പങ്കുവെച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന ആ നിമിഷങ്ങൾ പുറത്തു നിന്ന് അനഘ കേട്ടു. അത് കേട്ടതും അനഘ പറഞ്ഞു, നിന്റെ ഈ കുഞ്ഞ്, ആ കുഞ്ഞിനെ ഒരു കാരണവശാലും നിനക്ക് കാണാൻ കഴിയില്ല. ആ കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ആ കുഞ്ഞ് ജനിക്കാൻ പോലും പോകുന്നില്ല. 10 മാസം പോയിട്ട് ഈ ഒരു മാസം നീ തികക്കില്ലല്ലോ ആ കുഞ്ഞുമായിട്ട്. അതിനു മുൻപ് തന്നെ ആ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കും. അതുപോലെ തന്നെ നിന്നെയും ഞാൻ ഇല്ലാതാക്കും. നീ നോക്കിക്കോ. സന്തോഷത്തോടെ ഒരു ജീവിതം നിനക്കും സന്ദീപിനും ഉണ്ടാവില്ല. സന്ദീപിനോടൊപ്പം നീ ഒരിക്കലും ജീവിക്കാനും പോകുന്നില്ല. നിന്നെയും നിന്റെ കുഞ്ഞിനെയും ഞാൻ ഈ ലോകത്തുനിന്ന് പറഞ്ഞയച്ചിരിക്കും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അനഘ കലിയോടെ പോകുന്നു. അപ്പോഴാണ് നന്ദൻ തന്നെ രക്ഷിച്ച ഹരി എന്ന് പറയുന്ന അയാളുടെ വീട്ടിൽ ഒരു തടവിൽ എന്നതുപോലെ, എന്നാൽ കയ്യിലും കാലുകളിലും ഒന്നും കെട്ടുകൾ മാത്രമില്ല എന്ന ഒരു സ്വാതന്ത്ര്യമൊഴിച്ച് ബാക്കി എല്ലാ രീതിയിലും താൻ ഒരു തടവുകാരന്റെ അവസ്ഥയിൽ ജീവിക്കുന്നതിന് വല്ലാത്ത വിഷമത്തോടെ അവിടെ നന്ദൻ ഇരിക്കുന്നു. നന്ദൻ ഓരോ റൂമിന്റെ വാതിലിലും ചെന്ന് മുട്ടി ഹരിസാർ ഹരിസാർ എന്ന് വിളിച്ചു. എന്നിട്ടും യാതൊരു പ്രതികരണവും ഇല്ലാത്തത് കൊണ്ട് ഒറ്റയ്ക്ക് ഒരു ഏകാന്തവാസത്തിൽ എന്ന പോലെ അവിടെ കഴിയേണ്ടി വന്നതിന്റെ നിരാശയിൽ നന്ദൻ ആ ഹാളിൽ വന്ന് അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് പുറത്തു പോയ ഹരി വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്നത്. അയാൾ വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്നത് കണ്ട് നന്ദൻ ആകെ നിരാശയോടെ ആ ഡൈനിങ് ടേബിളിന് അരികിൽ വന്നിരുന്നു. അപ്പോഴേക്കും അയാളെ കണ്ടതോടെ നന്ദൻ പറഞ്ഞു, ഹരി സാർ, ഞാൻ മടുത്തു. സത്യത്തിൽ ഇവിടെയുള്ള ഈ ജീവിതം എനിക്ക് നരകതുല്യമാണ്. അതാണ് സർ സത്യം എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, എന്താ നന്ദൻ എന്ത് പറ്റി, എന്താ കാര്യം എന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോ നന്ദൻ പറഞ്ഞു, അവിടുന്ന് ഞാൻ രക്ഷപ്പെട്ടു വന്നപ്പോ എന്റെ മനസ്സിൽ പകയായിരുന്നു. എന്റെ കുടുംബത്തെയും തകർക്കാൻ ഇറങ്ങി തിരിച്ചവരോടുള്ള പ്രതികാരവും പകയും ഒക്കെയായിരുന്നു. എന്നാൽ ഇപ്പോ ഇവിടെ ഈ തടങ്കലിൽ കഴിയുമ്പോ, ഇവിടെ ഇങ്ങനെ തനിച്ച് കഴിയുമ്പോ എന്റെ ആ ധൈര്യവും എന്റെ ആ പകയും ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. എന്റെ കുടുംബത്തോട് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ കഴിയാത്തതിന്റെ നിരാശയിലാണ് ഞാനിപ്പോ എന്ന് നന്ദനാകെ വിഷമത്തോടെ പറയുമ്പോ ഹരി പറഞ്ഞു, നന്ദൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നന്ദന്റെ എതിരാളികളെ കുറിച്ച് തിരിച്ചറിയണം എന്ന് പറഞ്ഞപ്പോ നന്ദൻ പറഞ്ഞു, ഹരി സാർ,
ഹരിസാറിന് അറിയാമോ, എന്റെ കുടുംബത്തെ തകർക്കാനായി നടക്കുന്നവരെ കുറിച്ച് എന്റെ അച്ഛനോടും എന്റെ സഹോദരങ്ങളോടും എനിക്ക് പറയാൻ കഴിയുന്നില്ല. അവരെ അവരുടെ പിടിയിൽ നിന്ന് എനിക്ക് രക്ഷിക്കാൻ കഴിയുന്നില്ല. ഇനിയും ഓരോ നിമിഷം ഞാൻ വൈകിയാൽ ആ നിമിഷം ഒക്കെ എന്റെ കുടുംബത്തെ എന്ത് വേണമെങ്കിലും സംഭവിച്ചേക്കാം. എന്റെ ശത്രു എന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയേക്കും. അച്ഛനോ എന്റെ കൂടപ്പിറപ്പുങ്ങൾക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്റെ ശത്രുവിനോട് എതിരിടാൻ കഴിയാതെയാകും. അവരെ എന്തെങ്കിലും ചെയ്യാനോ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ പോലോ എനിക്കും കഴിയാതെ പോകും. അത് മാത്രമല്ല, അവസാനം അവരെന്നെയും ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ ഇനിയും എനിക്ക് സമയം പാഴാക്കാനില്ല ഹരിസാർ. എന്റെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ, എന്റെ അച്ഛനോ എന്റെ കൂടപ്പിറപ്പങ്ങൾക്കോ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ട് എന്ത് പ്രയോജനമാ സാർ ഉള്ളത് എന്ന് നന്ദൻ വിഷമത്തോടെ പറയുമ്പോൾ ഹരി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ഹരി തന്നെ കേട്ടിട്ടില്ലേ, ഇവിടെ തന്നെ ഞാൻ ഒരിക്കലും ഒരു തടവുകാരനാക്കിയല്ല നിർത്തിയിരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് ഞാൻ തന്നെ പൂട്ടിയിടുന്നത് അത് തന്റെ ശത്രുക്കൾ തന്നെ കണ്ടെത്താതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, താൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അവർ എല്ലായിടത്തും അന്വേഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വലയിൽ ചെന്ന് താൻ വീഴാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. തനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ തന്റെ വീട്ടിലേക്ക് പോകാം. പക്ഷെ അവിടെ അച്ഛനെയും സഹോദരങ്ങളെയും കാണാനായി ചെന്നെത്തുന്ന തന്നെ സ്വീകരിക്കാൻ നിൽക്കുന്നത് ചിലപ്പോ തന്റെ ശത്രുക്കളായിരിക്കും. താൻ പിന്നെ ചെന്ന് വീഴാൻ പോകുന്നത് വലിയൊരു ഗർത്തത്തിലേക്കായിരിക്കും. അക്കാര്യം താൻ മറന്നു പോകരുത്. അതുകൊണ്ടാണ് സാവകാശത്തിൽ എല്ലാം ചെയ്യാൻ ഞാൻ പറയുന്നത്. തന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നന്ദൻ. പക്ഷേ തന്നോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നുള്ള ആ പഴമക്കാരുടെ ആ പഴമൊഴി പറഞ്ഞുകൊണ്ട് തന്നോട് ഞാൻ പറയുന്നത്, സാവകാശത്തിൽ എല്ലാം ചെയ്താൽ നമുക്ക് നേടാനുള്ളതൊക്കെ നേടിയെടുക്കാൻ കഴിയും. എടുത്തു ചാടിയാൽ പിന്നെ എല്ലാം നമുക്ക് നഷ്ടമായേക്കാനും സാധ്യത ഏറെയാണ്. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഇപ്പോ നന്ദൻ എടുത്തു ചാടി അവിടേക്ക് ചെന്നാലും തന്റെ വീട്ടുകാരെ കാണാനായി എവിടേക്ക് ഓടിച്ചെന്നാലും ചിലപ്പോ തന്നെ ശത്രുക്കൾ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തന്റെ വീട്ടുകാരെ കാണാനോ സാധിക്കില്ല. സത്യങ്ങൾ പറയാനോ കഴിയില്ല. അതെല്ലാം കേട്ടതോടെ നന്ദൻ പറഞ്ഞു, ശരിയാ, സാറ് പറഞ്ഞത് ശരിയൊക്കെ തന്നെയാ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എങ്കിലും ഞാനിപ്പോൾ സ്വതന്ത്രനായെങ്കിലും ഇവിടെയും ഇത് ഒരു തടവെന്നതുപോലെ തന്നെയല്ലേ. എന്റെ മുന്നിൽ 3-4 ഗുണ്ടകൾ ഇരുന്ന് എന്നെ ചീത്ത പറയാനോ എന്നെ തല്ലാനോ ഉപദ്രവിക്കാനോ ഒന്നും ആരുമില്ല എന്നും എന്റെ കാലിലും കയ്യിലും കെട്ടുകൾ ഇല്ല എന്നും മാത്രമല്ലേ ഉള്ളൂ. ഞാൻ ഇവിടെ തനിച്ചിരുന്ന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്റെ കുടുംബത്തെ എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലയോ എന്നോ ഒന്നും അറിയാതെ ഞാൻ എവിടെയായിരുന്നു, എങ്ങനെ കഴിഞ്ഞു എന്ന് പോലും അറിയാതെ, ഏത് നാട്ടിലാണ് ഞാൻ ജീവിച്ചിരുന്നതെന്ന് പോലും അറിയാതെ എത്രയോ വർഷങ്ങൾ എനിക്ക് കഴിയേണ്ടി വന്നു. എന്നിട്ടും ഞാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നതും അവിടുന്ന് രക്ഷപ്പെട്ട് ഓടി വന്നതും എന്റെ കുടുംബത്തെ രക്ഷിക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ട് മാത്രമാണ്. എന്നിട്ടും എനിക്കൊന്നും ചെയ്യാൻ കഴിയാതായതോടെ, ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കാത്തത് എന്ത് കാരണത്താലാണെന്ന് മാത്രം എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നന്ദനാകെ വിഷമിക്കുമ്പോൾ ഹരി അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ ഹരി, നന്ദൻ താൻ വിഷമിക്കേണ്ട. തന്റെ ഈ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തനിക്ക് വേണ്ടി ഞാൻ തന്നെ ഒരിക്കൽ കൂടി തന്റെ വീടിനടുത്ത് ആ പരിസരത്തൊക്കെ ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അവിടെ ഇപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, തന്റെ വീട്ടുകാർ മടങ്ങിയെത്തിയോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം താൻ പറഞ്ഞതുപോലെ തന്നെ തന്റെ വീട്ടുകാർക്കരികിലേക്ക് കൊണ്ടുപോകാം. ഞാൻ തന്നെ കൊണ്ടുപോകാം, നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് ഹരി നന്ദനോട് അറിയിച്ചു. അങ്ങനെ നന്ദനെ പറഞ്ഞ് ഹരി വീണ്ടും തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം. താൻ എത്രയും വേഗം തന്റെ വീട്ടിലേക്ക് പോകണമെന്നുള്ള നന്ദന്റെ ആ ആഗ്രഹത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഹരിയുടെ ഭാഗത്തുനിന്ന് വീണ്ടും തുടർന്നുണ്ടായി. അവസാനം ഹരി പറഞ്ഞതുപോലെ കുറച്ചുകൂടി കാക്കാമെന്നുള്ള നിലയിലേക്ക് നന്ദന്റെ മനസ്സ് എത്തിച്ചു. അതിനുശേഷം നെല്ലിശ്ശേരിയിൽ ഓഫീസിലെ ഫയലുകളെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സേതുമാധവൻ അരികിലേക്ക് അർച്ചന എത്തി. ടേബിളിനരികിലിരുന്ന് സേതുമാധവൻ ഫയലെല്ലാം ചെക്ക് ചെയ്യുകയും വെരിഫൈ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് അർച്ചന ഒന്നും മിണ്ടാതെ പതുക്കെ ആ സൈഡിലെ ചേറ് വലിച്ച് അതിലേക്ക് പതുക്കെ വന്നിരിക്കണം. സേതുമാധവൻ ആരാ വന്നതെന്ന് നോക്കിയതിനു ശേഷം അർച്ചനയാണെന്ന് ഒന്ന് ശ്രദ്ധിക്കാൻ പോലും കൂട്ടാക്കാതെ സേതുമാധവൻ വീണ്ടും ഫയലുകളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഉടനെ അവിടെ കിടന്ന ഒരു ഫയൽ എടുത്ത് അർച്ചന ഒന്ന് വെറുതെ തുറന്നു നോക്കി. അർച്ചന ആ ഫയൽ എടുത്ത് നോക്കുന്നത് കണ്ടതോടെ ഉടനെ സേതുമാധവൻ വിളിച്ചു, അവന്തികെ. ആ വിളി കേട്ടുകൊണ്ട് അവന്തിക വേഗം സേതുമാധവന്റെ റൂമിൽ നിന്ന് ഓടിയെത്തി. എന്താ അച്ഛാ, എന്താ എന്ന് ചോദിച്ചുകൊണ്ട് വന്നതും അവന്തികയോട് സേതുമാധവൻ പറഞ്ഞു, അതെ, ഇതൊക്കെ നമ്മുടെ ഓഫീസിലെ ഫയലുകളാണ്. ഇതൊക്കെ ചെക്ക് ചെയ്യാൻ നീയും കൂടി എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. നീ മാത്രം എന്ന് അവന്തികയെ നോക്കി സേതുമാധവൻ പറയുന്നത് കേട്ട് അർച്ചന ഞെട്ടി. ഉടനെ അവന്തിക പറഞ്ഞു, അതിനെന്താ വെച്ചാ, ഞാൻ സഹായിക്കാവല്ലോ എന്ന് പറഞ്ഞതും സേതുമാധവൻ പറഞ്ഞു, ഇതൊക്കെ വെറും കണക്കുകൾ മാത്രമാണ്.
ഇതൊക്കെ ചെക്ക് ചെയ്യണമെന്നൊന്നുമില്ല, നീ തന്നെ ഒന്ന് വെരിഫൈ ചെയ്താൽ മതി, എല്ലാം സൈൻ ചെയ്ത് തന്നേക്കാം. കുറെ തെറ്റുകളോ സംഭവിച്ചാലും കുഴപ്പമൊന്നും തന്നെ ഇല്ല. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യലോ വിശദീകരിക്കാനോ ഒന്നും തന്നെ നിൽക്കണ്ട. വെറുതെ കുറെ പണം ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടിട്ട് എന്ത് കാര്യമുള്ളത്? മനസമാധാനം ഇല്ലെങ്കിൽ എത്ര പണം ഉണ്ടായിട്ടെന്താ? പണം കൊടുത്താൽ സമാധാനം കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സേതുമാധവൻ ദേഷ്യത്തോടെ റൂമിലേക്ക് പോയി വാതിലടച്ചു. ഉടനെ സേതുമാധവൻ പോയെന്ന് കണ്ടതോടെ അവന്തിക സേതുമാധവൻ എന്ന ചെയറിലേക്ക് വന്നിരുന്നിട്ട് അച്ഛന്റെ കയ്യിൽ നിന്ന് ആ ഫയല് വാങ്ങിച്ച് അടച്ചു വെച്ചിട്ട് പറഞ്ഞു, അതെ, പറഞ്ഞത് കേട്ടില്ലേ, നീ ഇനി ഇതൊന്നും നോക്കണ്ടായെന്ന്. ഇതൊക്കെ എന്നോട് ചെക്ക് ചെയ്തോളാനാ പറഞ്ഞത്. ഇനി ആവശ്യമില്ലാതെ ഈ ഓഫീസ് കാര്യത്തിലൊക്കെ നീ ഇടപെട്ടാലുണ്ടല്ലോ, എഴുന്നേറ്റ് പോടി ഇവിടുന്ന് എന്ന് പറഞ്ഞ് അവന്തിക അർച്ചനയെ അപമാനിക്കുന്നു. അർച്ചന കണ്ണുനീരോടെ അച്ഛൻ തന്നെ തീർത്തും അവഗണിച്ചു കളഞ്ഞതിന്റെ വേദനയിൽ സങ്കടപ്പെട്ടുകൊണ്ട് റൂമിലേക്ക് പോകുമ്പോൾ അവന്തിക അർച്ചനയുടെ മേലുള്ള സേതുമാധവന്റെ വിരോധം കൂടിക്കൂടി വരുന്നതും അർച്ചനയെ കാണുന്നത് പോലും സേതുമാധവന് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലേക്ക് സേതുമാധവനെ എത്തിച്ചതിന്റെ സന്തോഷത്തിൽ അവന്തിക പുഞ്ചിരിച്ചു. റൂമിലേക്ക് അർച്ചന എത്തിയതും അവിടെ ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന സച്ചി അർച്ചനയോട് ചോദിച്ചു, അല്ല, ഞാനിപ്പോ താഴേക്ക് പോയിട്ട് ഇത്ര വേഗം മടങ്ങിയെത്തിയോ, എന്തു പറ്റിയടോ എന്ന് ചോദിച്ചതും അർച്ചനൊന്നും മിണ്ടാതെ നിൽക്കുമ്പോ സച്ചി അരികിലേക്ക് എത്തി. എന്താടോ, എന്താ പറ്റിയത് എന്ന് സച്ചി അന്വേഷിച്ചതും അർച്ചന കരയുന്നത് സച്ചി ശ്രദ്ധിച്ചു. ഉടനെ തന്നെ സച്ചി അർച്ചനയുടെ മുഖം തന്റെ നേരെ നീട്ടിയിട്ട് ചോദിച്ചു, എടോ, എന്താ പറ്റിയത്, താൻ എന്തിനാ സങ്കടപ്പെടുന്നത് എന്ന് അർച്ചനയോട് സച്ചി അന്വേഷിച്ചു. അർച്ചന ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് സച്ചി പറഞ്ഞു, എടോ, താൻ ഇവിടെ നിൽക്ക്, ഞാൻ ഒന്ന് താഴെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അർച്ചനയെ അവിടെ നിർത്തി സച്ചി പോകാൻ തുടങ്ങുമ്പോ അർച്ചന സച്ചിയെ പിടിച്ചു നിർത്തി. വേണ്ട സച്ചിയേട്ടാ, വേണ്ട, സച്ചിയേട്ടൻ ആരോടും ഇക്കാര്യം പോയി ചോദിക്കാനൊന്നും പോകണ്ട. അച്ഛൻ ആകെ മാറിപ്പോയി സച്ചിയേട്ടാ. അത് കേട്ട ഉടനെ സച്ചി അരികിലേക്ക് വന്നു. അർച്ചന പറഞ്ഞു, അച്ഛൻ ഇപ്പോ എന്നെ ഒന്നിനും അടുപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് അർച്ചന സങ്കടപ്പെടുമ്പോ സച്ചി അരികിലേക്ക് ചെന്നിരുന്നിട്ട് പറഞ്ഞു, എടോ, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അച്ഛന് തന്നോട് മാത്രമുള്ള ഈ ദേഷ്യം എന്താ മാറാത്തതെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, സച്ചിയേട്ടൻ ഇനി ഇതിനെക്കുറിച്ച് അച്ഛനോട് ചോദിക്കാനൊന്നും പോകണ്ട. അച്ഛനോട് എന്തെങ്കിലും ചോദിക്കാൻ ചെന്നാൽ വീണ്ടും അച്ഛന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറുപടി നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുന്ന രീതിയിലായിരിക്കും. അതുകൊണ്ട് വേണ്ട സച്ചിയേട്ടാ, ഇനി എന്ത് സംഭവിച്ചാലും അതുപോലെ തന്നെ വരട്ടെ. എന്ത് വരാനിരുന്നാലും അതിനെ അതുപോലെ നേരിടാം, അല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും? ഇനി എന്ത് സംഭവിച്ചാലും ശരി, എന്തായാലും ഉടനെ തന്നെ ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും. ഉടനെ തന്നെ ഇതിനെല്ലാത്തിനും ഒരു തീരുമാനമുണ്ടാകും. എനിക്ക് ഉറപ്പാ, എല്ലാം ഉടനെ കലങ്ങി തെളിയും സച്ചിയേട്ടാ എന്ന് അർച്ചന സച്ചിയോട് പറയുന്നു. സച്ചി അർച്ചനയുടെ വിഷമം കണ്ടിട്ട് എങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് പോലും അറിയാതെ, അർച്ചനയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ആകെ വിഷമത്തിലിരുന്നു. അപ്പോഴാണ് അനഘ കിച്ചണിലേക്ക് എത്തിയത്. കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്പിളിയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്പിളി, എനിക്ക് ഒരു ജ്യൂസ് വേണം എന്ന് പറഞ്ഞതും അതിനെന്താ, തരാലോ കുഞ്ഞ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കുഞ്ഞ് റൂമിലേക്ക് പോയിക്കോ, ഞാൻ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞപ്പോ അനഘ പോകാനായി തുടങ്ങിയപ്പോ ആ ഫ്രൂട്ട്സ് വെച്ചിരിക്കുന്ന ബാസ്ക്കറ്റിനുള്ളിൽ പപ്പായ ഇരിക്കുന്നത് അനഘ ശ്രദ്ധിച്ചു. ഉടനെ അനഘ അമ്പിളിയോട് പറഞ്ഞു, അമ്പിളി, എനിക്ക് പപ്പായ ജ്യൂസ് മതി കേട്ടോ എന്ന് പറഞ്ഞു. ശരി കുഞ്ഞെ, ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അമ്പിളി ഉടനെ തന്നെ പപ്പായ ജ്യൂസ് റെഡിയാക്കി കൊണ്ടുവരാമെന്ന് അറിയിച്ചു. അമ്പിളി വീണ്ടും തന്റെ ജോലി തുടരുന്നത് കണ്ടതോടെ, ആ പ്ലേറ്റ് ഒക്കെ കഴുകി വെക്കുന്നത് കണ്ടതോടെ അമ്പിളി തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് അനഘ അവിടെ ഇരുന്ന സ്റ്റാൻഡിൽ നിന്ന് ഒരു സ്പൂൺ കൈക്കലാക്കുന്നു. അതുമായി റൂമിലേക്ക് എത്തിയ അനഘ അല്പനേരത്തേക്ക് ആലോചിച്ചു എന്താണ് വേണ്ടത് എന്ന്. വളരെ നേരത്തേക്ക് ആലോചിച്ചങ്ങനെ നിൽക്കുമ്പോൾ അവിടെ അമ്പിളി പപ്പായ ജ്യൂസിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി കഴിഞ്ഞു. പപ്പായ ജ്യൂസിന് പപ്പായ കട്ട് ചെയ്ത് അത് മിക്സിയുടെ ജാറിലിട്ട് അത് ജ്യൂസാക്കി എടുക്കുന്ന അത്രയും നേരത്തേക്ക് അവന്തിക ചില കാര്യങ്ങളെല്ലാം അനഘ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചു. അങ്ങനെ ചേച്ചിയോട് പോലും അനുവാദം വാങ്ങിക്കാതെ, അവന്തികയുമായിട്ട് പോലും ഒന്ന് ആലോചിക്കാൻ പോലും വഴിയൊരുക്കാതെ ഉടനെ തന്നെ തന്റെ മനസ്സിൽ തോന്നിയ ആ ഒരു പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അനഘ അങ്ങനെ ചിന്തിച്ച് അവിടെ നിൽക്കുന്ന നേരത്ത് വേഗം തന്നെ അവിടെ അമ്പിളി ജ്യൂസുമായി റൂമിലേക്ക് വന്നെത്തി. ദാ കുഞ്ഞെ ജ്യൂസ് എന്ന് പറഞ്ഞ് അനഘയുടെ കയ്യിലേക്ക് അമ്പിളി ജ്യൂസ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. ജ്യൂസ് കയ്യിൽ കിട്ടിയതും അനഘ ആ ജ്യൂസിലേക്ക് തന്നെ ഉറ്റുനോക്കി. താൻ ആവശ്യപ്പെട്ടതുപോലെ ഒരു ഗ്ലാസ് പപ്പായ ജ്യൂസ് തനിക്ക് കിട്ടിക്കഴിഞ്ഞു. ആ സന്തോഷത്തിൽ അനഘ ആ ജ്യൂസ് കുറച്ചു നേരത്തേക്ക് അതിലേക്ക് തന്നെ നോക്കി. അതിനുശേഷം താൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തന്റെ പദ്ധതി നടപ്പിലാക്കാനായി അനഘ ഒരുങ്ങി. അനഘ എടുത്ത് വാങ്ങി വെച്ചിരുന്ന 2-3 ടാബ്ലറ്റുകൾ ആ ഗ്ലാസ്സിലേക്ക് ഇടുന്നു. അങ്ങനെ ആ ടാബ്ലറ്റുകളെല്ലാം
ആ ഗ്ലാസ്സിലിട്ടതിന് ശേഷം ആ ജ്യൂസ് നന്നായി കലർത്തി. അങ്ങനെ ആ പപ്പായ ജ്യൂസിൽ താൻ ആഗ്രഹിച്ചതുപോലെയുള്ള മരുന്ന് കലർത്തിയതിന്റെ സന്തോഷത്തിൽ അങ്ങനെ ആ ഗ്ലാസ് കയ്യിലെടുത്തുകൊണ്ട് അനഘ അതിലേക്ക് നോക്കി നിൽക്കുന്നു. തന്റെ ഇരയെ ഈ ജ്യൂസ് കൊണ്ട് താൻ ഇല്ലാതാക്കുമെന്നുള്ള ആ ഒരു ദൃഢനിശ്ചയവും ആ ശത്രുതയും പകയുമൊക്കെ ആ മുഖത്ത് നിഴലിച്ചുകൊണ്ട് ജ്യൂസിലൂടെ താൻ തന്റെ ആഗ്രഹം സാധ്യമാക്കാൻ പോകുന്നു എന്ന സന്തോഷത്തിൽ അങ്ങനെ നോക്കിയിരിക്കുകയാണ് അനഘ.